ഹലോ എവരിവൺ, വെൽക്കം ടു വേൾഡ് സ്കോപ്പ് മലയാളം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കേരളം എങ്ങനെ രൂപപ്പെട്ടു എന്ന അത്ഭുതകരമായ ഐതിഹ്യമാണ്. ഒരു മഹായോദ്ധാവ് തന്റെ പരശു കടലിലേക്ക് എറിഞ്ഞപ്പോൾ പിന്നോട്ട് പോയി രൂപപ്പെട്ട ഭൂമിയാണ് കേരളം എന്ന് പറയപ്പെടുന്ന കഥ. അപ്പോൾ ആരാണ് പരശുരാമൻ? ചരിത്രമാണോ അതോ വെറും ഐതിഹ്യമോ? ലെറ്റ്സ് ബിഗിൻ. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. അസാധാരണ ശക്തിയുള്ള ഒരു യോദ്ധാവ്. അദ്ദേഹത്തിന്റെ പ്രധാന ആയുധം പരശു, അതായത് കോടാലിയായിരുന്നു. അന്നത്തെ കാലത്ത് ഭൂമിയിൽ അനീതിയും അക്രമവും വളരെയേറെ കൂടുതലായി പറയപ്പെടുന്നു. ആ അനീതികളെ അവസാനിപ്പിക്കാനാണ് പരശുരാമൻ വന്നതെന്ന് പുരാണങ്ങൾ പറയുന്നു. പക്ഷേ പിന്നീട് നടന്ന ഒരു സംഭവമാണ് കേരളത്തിന്റെ പിറവിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് പരശുരാമൻ ഗോകർണത്തിൽ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്ത് കടലിന്റെ തീരത്തെത്തി. അവിടെ നിന്ന് തന്റെ പരശുനാർത്തുകളിലേക്ക് അതിശക്തമായി എറിഞ്ഞു. അപ്പോൾ അത്ഭുതകരമായി കടൽ പിന്നോട്ട് പോകാൻ തുടങ്ങി. കടൽ പിൻവാങ്ങിയപ്പോൾ പുറത്തു വന്ന പുതിയ ഭൂമിയാണ് പിന്നീട് കേരളം എന്ന് വിളിച്ചതെന്ന് ഐതിഹ്യം പറയുന്നു. ഗോകർണം മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഭൂമി അങ്ങനെ രൂപപ്പെട്ടു എന്നാണ് വിശ്വാസം. ഈ ഭൂമിയെ പിന്നീട് ബ്രാഹ്മണർക്ക് നൽകി ക്ഷേത്രങ്ങളും സംസ്കാരങ്ങളും സ്ഥാപിച്ചതായും പറയപ്പെടുന്നു. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കി. ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണോ? ചരിത്രകാരന്മാർ പറഞ്ഞത് കേരളത്തിന്റെ ഈ പ്രദേശങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്ന പ്രകൃതിദത്ത മാറ്റങ്ങളോട് രൂപപ്പെട്ടതാണെന്നാണ്. അതായത് പരശുരാമന്റെ കഥ ഒരു പുരാണ ഐതിഹ്യമായിരിക്കാം. എന്നാൽ ഇന്നും കേരളത്തിന്റെ സംസ്കാരത്തിലും വിശ്വാസങ്ങളിലും ഈ കഥയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ പരശുരാമന്റെ കഥ ഇന്നും ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. കടലിൽ നിന്ന് ജനിച്ച നാട്, ഐതിഹ്യങ്ങൾ ചരിത്രമഞ്ചാകുന്ന ഭൂമി, അതാണ് കേരളം. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും രഹസ്യവും അറിയാൻ വേൾഡ് സ്കോപ്പ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. See you in the next video.